നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി പരസ്യമായ സംവാദത്തിന് തയ്യാറുണ്ടോ? ഈ ചോദ്യം കുറച്ചു നാളായി ചോദിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. ദ ഹിന്ദുവിന്റെ എൻ റാം ഈ ചോദ്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. അതിന് സ്മൃതി ഇറാനി നൽകിയ മറുപടിയാണ് എന്തുകൊണ്ടും ഉചിതം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരാളെ സംവാദത്തിന് വിളിക്കാനുള്ള യോഗ്യതയുള്ള ആളാണോ രാഹുൽ? രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണോ? ഈ ചോദ്യമാണ് സ്മൃതി ഇറാനി ചോദിച്ചത്. എന്ന് വെച്ചാൽ തരത്തിൽ ചെന്ന് കളിക്കട എന്ന്. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായാൽ ഭരണഘടന പിച്ചി ചീന്തുമെന്നാണ് രാഹുൽ പറഞ്ഞത്. റായ്ബറേലിയിൽ പെങ്ങളോടൊപ്പം സംസാരിക്കവേ പറഞ്ഞതാണിത്. ഭാരത ഭരണഘടനയാണ് എന്റെ മാതാവെന്ന് മോദി പരസ്യമായി പ്രസ്താവിച്ചത് അധികാരമേറ്റ ഉടനെയാണ്. 10 വർഷം ആ സ്ഥാനത്തിരുന്നു. ഭരണഘടനയ്ക്ക് ഇതുവരെ ഒരു ക്ഷതവും ഏറ്റിട്ടില്ല, ഇനിയൊട്ട് ഏൽക്കാനും പോകുന്നില്ല. അതേസമയം തന്നെ പറയുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്റെ സഖ്യം അധികാരത്തിലെത്തുമെന്ന്. സാധാരണ പറയാറില്ലേ, ചില മോഹങ്ങൾ ചില ജീവികൾ കരഞ്ഞു തീർക്കുമെന്ന്. അതുപോലെ ഈ മോഹത്തെ കാണാൻ കഴിയുകയുള്ളൂ. രാഹുൽ റായ്ബറേലിയിലെ വോട്ടർമാർക്ക് ഒരു ഗ്യാരണ്ടിയും നൽകി കഴിഞ്ഞു. താൻ ഉടനെ പെണ്ണു കെട്ടിക്കോളാമേ എന്ന്. നടക്കാൻ മടിച്ചിട്ട് ചിറ്റപ്പൻ വീട്ടിൽ നിന്ന് തന്നെ പെണ്ണെടുക്കുമോ എന്തോ. അമേഠിയും റായ്ബറേലിയും എൻ്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും സീറ്റാണെന്ന് രാഹുൽ പറയുന്നു. അതിന് അമിത്ഷാ മറുപടി തേടുന്നുണ്ട്. അമ്മ ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്നതാണോ ഈ സീറ്റുകൾ എന്നതാണ്. അഴിമതി കേസിൽ തടവിൽ കഴിയുന്ന പ്രതിക്ക് ലഭിച്ച പരോളിൽ ഇറങ്ങിയ വ്യക്തി പറയുന്നത് കേട്ടു, നരേന്ദ്രമോദി അധികാരമേൽക്കുമെന്ന്. പക്ഷേ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കില്ല, അമിത്ഷാ ആയിരിക്കും പ്രധാനമന്ത്രി. എന്തായാലും അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് പോലും സംശയമില്ല. പിന്നെ 1 വർഷം കഴിഞ്ഞ് ആള് മാറുമെന്ന ഭീഷണി മുഴക്കുന്നു എന്ന് മാത്രം. അപ്പോഴും കെജ്രിവാളിന് ഭരണത്തിൽ പങ്ക് ലഭിക്കുമെന്ന് സൂചനയൊന്നും ആദ്യ ദിവസം ഉണ്ടായില്ല. 2ാം ദിവസം BJPയുടെ പ്രകടന പത്രിക കോപ്പി അടിച്ചുണ്ടാക്കിയ പ്രകടന പത്രിക പുറത്തിറക്കി പറയുന്നത് കേട്ടു, ആപ്പിന് പങ്കാളിത്തമുള്ള സർക്കാരായിരിക്കും കേന്ദ്രത്തില് എന്ന്. അതും നേരത്തെ പറഞ്ഞതുപോലെ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നത് തന്നെ. കേജ്രിവാളിന് കിട്ടിയ പരോള് തന്നെ വിചിത്രമാണ്. 50,000 രൂപയുടെ ആൾ ജാമ്യത്തിലാണ് പരോൾ ഏർപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയാണ്, പക്ഷേ ഓഫീസിൽ കയറാൻ പാടില്ല, ഫയലൊന്നും ഒപ്പിടാനും പാടില്ല, കേസിനെ പറ്റി ഒരക്ഷരം മിണ്ടാൻ പാടില്ല, സാക്ഷികളെ ഒരാളെ പോലും കാണാനോ സംസാരിക്കാനോ പറ്റില്ല. ED പറഞ്ഞ കാര്യത്തിൽ അപ്പടി അംഗീകരിച്ചു കൊണ്ട് കിട്ടിയ പരോൾ മുമ്പും പലർക്കും ലഭിച്ചിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിനും നമ്മുടെ ബാലകൃഷ്ണ പിള്ളയ്ക്കും കിട്ടിയിട്ടുണ്ട്. 21 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങിയ ജയിലിൽ തന്നെ പോയി കിടക്കാം. പരോൾ ഇറങ്ങിയത് കൊണ്ട് തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കാം. പരിധി കഴിഞ്ഞാൽ വിചാരണ നേടണം, ശിക്ഷിച്ചാൽ ജയിൽവാസം തുടരാം. കേസിൽ പിന്നെയും പ്രത്യേകതയുണ്ട്. രാഹുൽ PCC സെക്രട്ടറി അനിൽകുമാറാണ് പരാതിക്കാരൻ. 2022 മാർച്ചിൽ നൽകിയ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. കേജ്രിവാളിനെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസുകാരാണ്. കേസെടുത്തപ്പോൾ കോൺഗ്രസ് കേജ്രിവാളിന്റെ പക്ഷത്തായി. കഴുത്ത് വെളുത്തതാണെന്ന് കരുതി കാക്ക ഗരുഡനാകില്ല എന്ന് പറഞ്ഞതുപോലെയാണ് കേജ്രിവാളിന്റെ കേസും. വാർത്താ സമ്മേളനം നടക്കവേ കേജ്രിവാൾ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടു, BJP ഇതര മുഖ്യമന്ത്രിമാരെല്ലാം ജയിലിലാകാൻ പോകുന്നു എന്ന്. അടുത്തു തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ജയിലിൽ പോകേണ്ടി വരുമെന്നതാണ്. ഇതിൽ പരം കോൺഗ്രസുകാർക്ക് സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? കോൺഗ്രസുകാർ നിരന്തരം ആവശ്യപ്പെടുന്നതല്ലേ അത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് അമർഷം പൊതിഞ്ഞു തുള്ളും. എന്നാൽ കോൺഗ്രസുകാരോ, കള്ളൻ കാക്കുന്നതും നരി കാക്കുന്നതും ഇഷ്ടം കൊണ്ടല്ലേ എന്ന പോലെ എന്തു കാര്യം പറയുമ്പോഴും ഇടമലം നോക്കണം. നല്ല സ്കൂളുകളും ആശുപത്രികളും നൽകിയത് കൊണ്ടാണ് ജയിലിൽ പോകേണ്ടി വന്നതെന്നാണ് കേജ്രിവാളിന്റെ വാദം. എത്ര അസംബന്ധമാണെന്ന് പറയേണ്ടതുണ്ടോ? ഡൽഹിയിൽ അണ്ണാ ഹസാരെ നയിച്ച അഴിമതിക്കെതിരായ സമരത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് വളർന്നയാളല്ലേ കേജ്രിവാൾ. അഴിമതി വിരുദ്ധ സമരക്കാർ രാഷ്ട്രീയക്കാരാകുന്നതിൽ അമർഷം പ്രകടിപ്പിച്ച അണ്ണാ ഹസാരെ തള്ളിയല്ലേ കേജ്രിവാൾ ചൂലുമായി ഇറങ്ങിയത്. അങ്ങനെയല്ലേ ആം ആദ്മി പാർട്ടി പിറന്നത്. ഷീല ദീക്ഷിതിന്റെ സർക്കാരിനെ താഴെ ഇറക്കി അധികാരത്തിലെത്തിയ ആപ്പിന്റെ ഭരണം മറ്റൊരു കോൺഗ്രസ് ഭരണം തന്നെയായി. അഴിമതി കൊടുകുത്തി വാണു. മദ്യനയത്തിൽ വരുത്തിയ മാറ്റത്തിലൂടെ കോടികൾ വാരിക്കൂട്ടി. അതിന്റെ അന്വേഷണത്തിന്റെ ഒടുവിലല്ലേ
തടവറകൾക്കുള്ളിലാകുന്നത്? ഡൽഹി മധ്യ കോഴയുടെ ചരട് ഹൈദരാബാദിലേക്കും ഇങ്ങ് കൈരളി വരെ നീണ്ടതല്ലേ? ഹൈദരാബാദിലെ മുഖ്യമന്ത്രിയുടെ മകൾ കവിത കൂട്ടുപ്രതിയല്ലേ? അവരിപ്പോഴും ജയിലിൽ കഴിയുകയല്ലേ? നല്ല സ്കൂളും ആശുപത്രിയും നൽകിയതിനാണ് ജയിലിൽ പിടിച്ചിട്ടതെന്ന നിലവിളി എത്ര തരം താണതാണെന്ന് പറയേണ്ടതില്ലല്ലോ. AAPക്ക് വോട്ട് ചെയ്യാൻ ഇനി തനിക്ക് ജയിലിൽ പോകേണ്ടി വരില്ല എന്നാണ് റോഡ് ഷോയ്ക്കിടയിൽ കേജ്രിവാൾ പറയുന്നത്. AAP ജയിച്ചാൽ കേജ്രിവാളിന് ജയിലിൽ പോകേണ്ടതില്ല എന്ന വാസ്തവം പരോളിലുണ്ടോ? പരോൾ വ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ച് പ്രസംഗിക്കുന്ന കേജ്രിവാൾ കോടതിയെ തന്നെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത്?